നമസ്കാരം. ഗാസയിൽ കഴിഞ്ഞ 738 ദിവസമായി ബന്ദികളായി കഴിഞ്ഞിരുന്ന ഇസ്രായേലുകാർ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ വികാരനിർഭരമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വൈറലായി മാറുന്നതും. ആദ്യം 7 പേരെയാണ് ഹമാസ് തീവ്രവാദികൾ മോചിപ്പിച്ചത്. അവരെ ഗാസയിലെ ഒരു പ്രത്യേക മേഖലയിൽ വെച്ച് റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു. ഈ തടവുപുള്ളികൾ തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് പലർക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല തങ്ങൾ ജീവനോടെ ഇവരുടെ തടങ്കൽ പാളയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഭൂഗർഭ അറകളിൽ നിന്ന് പുറത്തു വരും എന്നുള്ള കാര്യം. ഏതായാലും എല്ലാ അനിശ്ചിതത്വത്തിനും വിരാമം ഇട്ടുകൊണ്ട് അവരെല്ലാവരും ഇപ്പോൾ സ്വതന്ത്ര ലോകത്തേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിലേക്ക് എത്തുകയാണ്. അവശേഷിച്ച 13 പേരെയും റെഡ് ക്രോസിന് കൈമാറി എന്നതിനാണ് പറയപ്പെടുന്നത്. അവരെയും കൊണ്ടുള്ള യാത്ര ആരംഭിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരെയും ഇസ്രായേലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഗാസ അതിർത്തിയിലുള്ള ഒരു സൈനിക ക്യാമ്പിൽ ആദ്യം വരെ എത്തിച്ചതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുക. ആദ്യം ഇവരെ അവിടെ ഒരു ആശുപത്രിയിൽ എത്തിച്ചവരെ ചികിത്സയൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും വീട്ടുകാരോടൊപ്പം വിടുക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇത് ഏറെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ഈ ബന്ദികളുടെ പേരിൽ ഏറെ പഴി കേട്ടിരുന്നു അദ്ദേഹം. സ്വന്തം നാട്ടിൽ പോലും ബന്ദികളുടെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി പലപ്പോഴും പ്രതിഷേധ പ്രകടനങ്ങൾ പോലും സംഘടിപ്പിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പിന്നെ ലോകമെമ്പാടും നിന്നുള്ള എതിർപ്പ് മറ്റൊരു ഭാഗത്ത് ഹമാസ് തീവ്രവാദികൾ, ഹിസ്ബുള്ള, അതുപോലെ ഹൂത്തി മുതർ തുടങ്ങിയ തീവ്രവാദികളുടെ ആക്രമണം മറ്റൊരു വശത്ത്. ഇങ്ങനെ ഒരുപക്ഷെ ഇത്രയും വളഞ്ഞിട്ട് ആക്രമണം നടത്തിയ ഒരു സംഭവം ലോകചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഏതായാലും നെതന്യാഹുവിന് ഇനി തല ഉയർത്തി നിൽക്കാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിലേക്ക് എത്തിയത്. അദ്ദേഹം പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 വെച്ച് തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ കാലഘട്ടമാണ്, ഇനി പതിറ്റാണ്ടുകളോളം സമാധാനം തന്നെ പാലിക്കും, അക്കാര്യം നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യം അമേരിക്ക ഉറപ്പാക്കും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹം ഇനി ഈജിപ്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചാണ് ഔദ്യോഗികമായി ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആദ്യം ഇസ്രായേലിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും ഒക്കെ തന്നെ പോകുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹുവിനെ പോലെ തന്നെ വലിയൊരു രാഷ്ട്രീയ നേട്ടമായി മാറുകയാണ് ഈ ഒരു കാര്യം. കാരണം നിരന്തരമായി ഇവിടെ സമാധാനം പുലരുന്നതിന് വേണ്ടി ട്രംപ് ഒരുപാട് പ്രയത്നിച്ചിരുന്നു. ഈജിപ്റ്റ്, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ചർച്ച നടത്താനും ഈ ബന്ദികളെ രക്ഷപ്പെടുത്താനും ഒക്കെ ട്രംപും സുദീർഘമായ പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയപ്പോൾ അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പാണ് നൽകിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. ഏതായാലും ലോകം ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം വർഷങ്ങളായി നീണ്ടുനിന്ന വലിയൊരു ഭീകരമായ ഒരു സംഭവത്തിന് ഇന്ന് ഒരുപക്ഷെ വിരാമമാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 20 ബന്ദികളെ കൈമാറുമ്പോൾ ഏതാണ്ട് 28ഓളം മൃതദേഹങ്ങൾ ഇപ്പോഴവിടെ അവശേഷിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും എത്രയും വേഗം എത്തിക്കും എന്നാണ് ഹമാസ് അറിയിക്കുന്നത്. പക്ഷേ അതെന്നാണെന്നുള്ള കാര്യം ഇനി വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ വരേണ്ട മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന് ഹമാസ് നേതൃത്വത്തിന് പോലും അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം 2023 ഒക്ടോബർ 7 ആളുകളെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ഹമാസ് മാത്രമല്ല അവരുടെ ചില സഹായികളായ തീവ്രവാദ സംഘടനകളും ഉണ്ടായിരുന്നു. അവർ പലരെയും തട്ടിക്കൊണ്ടുപോയി. അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ഇനി കൊല്ലപ്പെട്ടുവെങ്കിൽ പോലും അവരുടെ മൃതദേഹങ്ങൾ പോലും ഇനിയും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളൊക്കെ നേതാക്കന്മാർ ഇതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മൃതദേഹങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പോലും അറിയാൻ തൽക്കാലം നിർവാഹമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നത്തെ ദിവസം ചരിത്രത്തിൽ തങ്കലിപികളിൽ തന്നെ കുറിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. വലിയൊരു പോരാട്ടത്തിനാണ് ഇതോടെ വിരാമമാകുന്നത്.